നമുക്ക് ഒരു ആളുടെ സാത്താൻ സേവ കണ്ടാലോ? ചുമ്മാ ടീം ബസ് കേൾക്കാം. മൂക്കിൽ കൂടെ ഒരു ആന കയറി പോകും, അമ്മാതിരി ദൂരമാണ് മൂക്കിന്. ഇത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് വിഷമമുണ്ടായി. കുറേ പേര് വന്നിട്ട് ചോദിച്ചു ഈ അഭിപ്രായം എന്താണ് എന്നുള്ളത്. എനിക്കിതിനകത്ത് ഒരു അഭിപ്രായമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടോ അത് മനസ്സിലാകാത്തത് കൊണ്ടോ, മനസ്സിലാകാത്തതാണൊക്കെ അഭിനയിക്കുന്നതാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഹറാം പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഹറാത്തിൽ ഉണ്ടായതാണ് അത് ഹറാം പറഞ്ഞ വൃത്തികളെ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ നമ്മളൊരു കൺസേൺ വെക്കുന്നുണ്ട്. എങ്ങനെയാണ് പുള്ളിക്കാരത്തേക്ക് ഹിദായത്ത് കിട്ടി തിരിച്ചു വരും. ഈ വേർഡ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അതായത് നമുക്ക് ഇസ്ലാമിയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പണിങ് ഇതുണ്ടാകും, അപ്പോൾ അത് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ് നിങ്ങളുള്ളത്. ഇസ്ലാം പഠിച്ചവർക്കത് തോന്നും. ഇപ്പം നമ്മൾ ഇസ്ലാം നല്ലപോലെ മനസ്സിലാക്കി ഇസ്ലാമികമായി ജീവിച്ചിട്ട് പെട്ടെന്ന് ആരുടെയെങ്കിലും ബ്രെയിൻ വാഷ് കേട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് ആകൃഷ്ടരായി പോയ മനുഷ്യരാണെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം അവർക്കറിയാം, ഇന്നർ മൈൻഡിൽ അവർക്കറിയാം നമ്മൾ പഠിച്ചത് ഇതാണ്, ഈ പറയുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് അങ്ങനെ വരത്തില്ല. ഇത് കുടുംബപരമായി തന്നെ കഞ്ചാവ് കുടുംബമാണ്. കാരണം ഈ തന്ത കഞ്ചാവ് അടിച്ച് കിറങ്ങി നടന്ന ഒരു വ്യക്തിയാണ്. തള്ള വീട്ടുജോലി നടത്തിയാണ് ഈ പെണ്ണിനെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പെണ്ണിനെ ഉൾപ്പെടെ 16 കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാൻ കഞ്ചാവിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കഞ്ചാവ് കൂട്ടുകാരുമായിട്ട് വന്ന് കൂട്ടുകാർക്കൊപ്പം കഞ്ചാവ് അടിച്ച് കഞ്ചാവിൽ ഉണ്ടായ കുഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ജീനിലുണ്ടാകും. ഈ കഞ്ചാവ് നമ്മളിപ്പം ഈ കഞ്ചാവ് കഴിക്കുന്നവർ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം 3 വർഷത്തേക്ക് അവരുടെ ബ്ലഡിൽ തന്നെ അത് കാണും. അപ്പോൾ സ്ഥിരമായി കഞ്ചാവ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ മകൾ എന്ന നിലയിൽ ഇവളുടെ ബ്ലഡിൽ തന്നെ കാണും, ഈ പറയണ ജീനിൽ തന്നെ കാണും കഞ്ചാവ്. അതുകൊണ്ടാണ് പല പ്രാവശ്യവും ബിജും പ്രചിച്ചിരുന്ന് പല വർത്തമാനങ്ങൾ പറയുന്നത്. ഒരു ഉദാഹരണം പറയാം, ബയോളജിക്കൽ മുസ്ലിമാണെന്ന്. ഈ കഞ്ചാവ് അടിക്കുന്നത് മുസ്ലിം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇസ്ലാമിൽ കഞ്ചാവ്, മദ്യം, മദിരാക്ഷി ഇതൊക്കെ അനുവദനീയമാണോ? ഒരിക്കലുമല്ല, തെറ്റാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവൾ ആ സിറ്റീസ് അതാണ്, ഒരു കഞ്ചാവാണ്. കഞ്ചാവിനെ കഞ്ചാവായി തന്നെ ഉൾക്കൊള്ളാനും കഞ്ചാവായി മനസ്സിലാക്കാനും കഞ്ചാവായി അംഗീകരിക്കാനും നമ്മൾ തയ്യാറാകണം. പിന്നെ ഇപ്പൊ പറയണത് സാത്താൻ. ഞാനിത് ഈ നമ്മുടെ ബാങ്ക് വിളിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അത് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. അള്ളാഹുവാണ് അധിപൻ, ദൈവമാണ് അധിപൻ, ബാക്കി എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രേറ്റ് തോട്ടാണത്. ദൈവം വലിയവനാണ് എന്ന് പറയുന്നതിൽ ഇപ്പം എന്താ കുഴപ്പമിരിക്കുന്നത്? അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസ പ്രമാണങ്ങളെ എടുത്തു വെച്ച് അവഹേളിച്ച് അവഹേളനപരമായ കാര്യങ്ങൾ പറയുകയാണ് ഈ സ്ത്രീയുടെ പരിപാടി. കുറേ നാളായി, ഇപ്പം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 2-3 months ആയിട്ട് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഓരോരോ ഇവർ പറയുന്ന ഓരോ ആയത്തുകൾ എടുത്തു വെച്ച് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ വ്യക്തമായി കൃത്യമായി അതിൻ്റെ കൃത്യമായ ധാരണ ഉൾപ്പെടെ നമുക്ക് വന്ന് ഇൻഫർമേഷൻ തരുന്നുണ്ട് ഉസ്താദന്മാർ. അത് ഞാൻ പറഞ്ഞില്ലേ, ചില മണ്ടന്മാരുണ്ട് നമുക്കിടയിൽ തന്നെ. ഈ ഉസ്താദ് വർഗങ്ങളിൽ തന്നെ കുറേ മണ്ട ശിരോമണികളുണ്ട്. അവരെടുത്ത് പോയി പഠിക്കരുത്. നല്ല അധ്യാപനം നടത്തുന്ന നല്ല വിവരമുള്ള ബോധമുള്ള ഉസ്താക്കന്മാരെടുത്ത് പോയി ശിക്ഷണം എടുക്കുക. അവർ പഠിപ്പിച്ചു തരും നമുക്ക് എന്താണെന്ന്. അതിനകത്ത് കൃത്യമായി വിശകലനം ചെയ്ത് പറഞ്ഞു നമുക്കതിനെ വ്യാഖ്യാനിക്കാം, പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ അച്ഛൻ, ഇപ്പൊ ഇവൾ പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എൻ്റെ വാപ്പ, എനിക്ക് ജന്മം തന്ന എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മായും അദ്ദേഹവും തമ്മിലുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഏറ്റവും സന്തോഷപൂർണമായ ഒരു അവസരത്തിൽ ജനിച്ച ഞാൻ, എനിക്ക് ജീവൻ തന്നത് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പുള്ളിക്കാരത്തി പഠിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയെ പ്രോഗ്രാം ചെയ്തവൻ, എൻ്റെ അമ്മയെ ഭ്രാന്തെടുത്ത് കളിച്ചവൻ, കഞ്ചാവ് അടിച്ച് മൂത്തപ്പോൾ കളിച്ച് ഉണ്ടായ കളിയിൽ കൂടെ ജനിച്ച ഒരു കളിപ്പരിവർ. അത് ആ സാധനം അത്രയും വിചാരിച്ചാൽ മതി. അതിന് കൂടുതൽ വിശദീകരിച്ച് എനിക്ക് പറയാനില്ല. കാമക്കിഴപ്പിലുണ്ടായ ഒരു കാമത്തവള, അതിനപ്പുറം അവൾക്കൊരു ക്വാളിറ്റി ഇല്ല, ഒരു വാല്യൂവും കൊടുക്കണ്ട. അവർ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ, വ്യത്യസ്തമായ പഠനങ്ങൾ, വ്യത്യസ്തമായ അപഗ്രഥനങ്ങൾ, മനസ്സിലാക്കലുകൾ, അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഖുറാനികമായി നമ്മളെടുത്ത് പറയുന്ന ഈമാൻ കാര്യം എത്ര, ഇസ്ലാം കാര്യം എത്ര, എങ്ങനെ ഖുറാൻ ഓതണം,
നമ്മൾ കളവ് പറയരുത്, കളവ് പ്രചരിപ്പിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അന്യന്റെ മുതൽ കട്ട് തിന്നരുത്, വ്യഭിചരിക്കരുത്. ഇതൊക്കെയാണ് നമുക്ക് പള്ളിയിൽ പഠിപ്പിച്ചു തരുന്നത്. മദ്രസകളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറം അവിടെ വേറെ ഒരു സുനായും പഠിപ്പിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഇനി 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സൊക്കെ ഒരു പടി കൂടെ പോയാൽ കുറേ അധികം കൂടെ അർത്ഥങ്ങൾ ഇത് വായിക്കാനും പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ച് പണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി കൊടുത്ത്. പക്ഷെ അത് ഇപ്പം മാറി വരുന്നുണ്ട്. കാരണം ഈച്ച് ആൻഡ് എവറി വണ്ണിന് ഇത് അവൈലബിൾ ആണ്. നമ്മൾ നെറ്റിലോട്ട് സെർച്ച് ചെയ്താൽ മതി, ഇന്ന ആയത്തിന് ഇന്ന ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യം വരും, അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണോ, അറബിക്ക് വേണോ, എല്ലാ ലാംഗ്വേജിലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ വ്യൂ പോയിന്റ്, ഇപ്പൊ കഞ്ചാവ് അടിച്ച് കിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ അമ്മയെ കാണുന്നു, അവനതൊരു സ്ത്രീയാണ്. അത്യാവശ്യം വജൈനയുള്ള മാദകത്വം തുളുമ്പുന്ന ഒരു സ്ത്രീ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് കുറച്ച് മാദകത്വം വരും. അത് അവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു പോഷനാണ്. ഈ നമ്മളൊരു പെണ്ണ് എന്ന സങ്കല്പമൊക്കെ പലരും മാദകത്വം തുളുമ്പുന്ന രീതിയിലാണ് വർണ്ണിച്ചു വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു അസുഖാവസ്ഥയാണത്. വിവാഹം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടായ ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ മാദകത്വം, അല്ലെങ്കിൽ ദുർമേധസ്. ഈ ദുർമേധസ് കാണുമ്പോൾ എന്തുകൊണ്ടോ തുളുമ്പി തോന്നുന്ന ഒരു വിഭാഗമുണ്ട്. അത് മറ്റൊരു സബ്ജക്റ്റാണ്, നമുക്ക് ഇതിലേക്ക് വരാം. കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്ത് തോന്നും? അത് അമ്മയാകട്ടെ, സഹോദരിയാകട്ടെ, ആരാകട്ടെ, അതൊരു വജൈന ഉള്ള ഒരു ബോഡി, അതിനപ്പുറം ഒന്നുമില്ല. ദെൻ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സാധനമാണ്. കുഞ്ഞു മകളാണെങ്കിൽ പോലും അതിനകത്തും അയാൾ കാണുന്നത് ആ വജൈനയായിരിക്കും. അപ്പൊ അതത് ഒരു കോമൺ സെൻസാണ്. അപ്പൊ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വായിച്ച പുസ്തകം അത്രയേ ഉള്ളൂ, അവൾക്കത് ഖുർആൻ. നമുക്കത് വലിയ, നമ്മൾ എടുത്ത് നമ്മൾ അത്രയും ഇതോടുകൂടി എടുത്തു വെച്ച് വായിക്കുന്ന ഒരു പുസ്തകമാണത്. അത് നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിനെ അതിനകത്തുള്ള ഏടുകളിൽ എവിടെയോ ഒരു കോണിൽ പറഞ്ഞതിനെ വിശകലനം ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി ആരോ എഴുതിയ പുസ്തകങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഇത്രാം അധ്യായത്തിൽ, ഇത്രാം പത്തിൽ, ഇത്രാം കുത്തിൽ എന്നൊക്കെ പറയുന്ന അവളുടെ ടൈം ലൈൻ പോയി നോക്കുക. ഫുൾ വ്യഭിചാര കഥകളാണ്. കമ്പിക്കഥയാണ് അവൾ പ്രചരിപ്പിക്കുന്നത്. കമ്പിക്കഥ യൂട്യൂബറായ ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് പറയുന്ന വായ്ത്താളം എന്നതിനപ്പുറം അതിന് മുഖവിലേക്ക് എടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? സിമ്പിളായിട്ട് കാര്യം തീർന്നു. ഞാൻ പറഞ്ഞു, കോന്നി സ്വദേശമാണ് ഇവരുടേത്. അവിടെ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. ആർക്ക് വേണോ പോയി ചോദിക്കാം. ഇവളുടെ സ്വന്തം സ്വദേശം എന്ന് പറയുന്നത് കോന്നിയാണ്. അവിടെ ഇവളുടെ തന്തയ്ക്ക് പറയുന്ന പേര് കഞ്ചാവ് കാക്ക എന്നാണ്. 16ഓളം കുട്ടികളെ എങ്ങാണ്ട് ഉണ്ടാക്കിയ തള്ള. ഇത് ഇയാളെ കൂടെ തന്നെ ആയിരിക്കും, അല്ലാതെ ഇനി ചാൻസ് ഇല്ല. കഞ്ചാവ് അടിച്ചുണ്ടായതാണെന്നുള്ള ഏകദേശം പ്രൂഫ്ഡ് ആണല്ലോ. ഇനി തള്ളയെ നമ്മൾ പറയണ്ട. ആ തള്ള തന്നെ അവരുടെ കുടുംബത്തിൽ ഒന്നടങ്കം പ്രശ്നമാണെന്നും ഇവളെ കൊണ്ട് നിവൃത്തിയില്ലെന്നും പറയുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ റെക്കോർഡ് പുറത്തു വിടാം. എന്തുകൊണ്ട് വിടുന്നില്ല? നമുക്കും കുടുംബമുണ്ട്, നമ്മളുടെ കുടുംബത്തിലുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ ആ കുടുംബം മുഴുക്ക അനുഭവിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മൗനമായിരിക്കുന്നതിന്, ഒരു കൺസെഷൻ കൊടുക്കുന്നതിന്. ഒരു പെൺമകളുണ്ട് ഈ കുട്ടിക്ക്. ഈ പറയുന്ന സ്ത്രീക്ക് ഒരു പെൺകുട്ടിയുണ്ട്. നാളെ ആ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന വേദനയൊന്ന് ഓർത്തു നോക്കൂ. നമുക്ക് യുക്തിവാദമാകാം, മറ്റു മതങ്ങളെ വിമർശിക്കാം, ഒരു തെറ്റുമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തതിനെ നമുക്ക് വിമർശിക്കാം. വിമർശന വിധേയമായിട്ട് എല്ലാം ഉണ്ട്, അതീതമായി ഒന്നുമില്ല എന്നാ പറയുന്നത്. ഇത് അതല്ലല്ലോ, അവഹേളനമാണ്. ഇപ്പം അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു പ്രേയറിനെ ഇവൾ ഷെയ്ത്താൻ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഷെയ്ത്താൻ ഉണ്ടായതാണ്. ഷെയ്ത്താനെ സ്നേഹിക്കണം, അതിനുള്ള അധികാരം നമ്മളുടെ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഷെയ്ത്താനെ ഭുജിക്കാനും ഷെയ്ത്താൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാനും ഒക്കെ. എക്സ് മുസ്ലിം എന്ന കാറ്റഗറി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിൽ ചില ചട്ടങ്ങളുണ്ട്, രീതികളുണ്ട്. ചില രീതിയിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. മര്യാദ ഇല്ലാത്തവൻ, തെറ്റ് ചെയ്യുന്നവൻക്ക് അംഗീകരിക്കാൻ പറ്റാത്ത മതം ഇസ്ലാം മതം. ഇസ്ലാം മതത്തിനെ ഒരാൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ആയിട്ട് സെക്സ്, അതായത് ഭർത്താവ് ഉണ്ടെങ്കിലും ആ സെക്സ് പറ്റത്തില്ല, വേറെ ഒരുത്തൻ്റെ കൂടെ പോകണം. അങ്ങനെയുള്ളവർക്ക് ഭാര്യ ഉണ്ടെങ്കിലും വീണ്ടും നാട് നീളെ നടന്ന് പെണ്ണ് പിടിക്കണം. അങ്ങനെയുള്ളവനിക്ക്, കള്ളം പറയുന്നവന്, ചൂതാട്ടക്കാരന്, മദ്യപിക്കുന്നവന്, കഞ്ചാവടിക്കുന്നവനിക്ക് ഒക്കെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. അവരൊരു യുണൈറ്റഡ് ആയ ഒരു പീപ്പിളാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളിനപ്പുറം വേറെ ഒന്നും ചിന്ത പോലുമില്ല. ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം, ഇസ്ലാം ഒരു ത്രെട്ടാണെന്നാണ്. എങ്ങനെ ത്രെട്ട്? കച്ചവടത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു വിഭാഗം ജനതയായിട്ടാണ് എനിക്ക് അവരെ മനസ്സിലായിട്ടുള്ളത്. അവർ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലങ്ങളിലോ ഒന്നും കയറാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അതിനകത്ത് ഫണ്ട് കുറവാണ്, കച്ചവടം ചെയ്താൽ ഫണ്ട് കൂടുന്നത്. കച്ചവട തൽപരരായ ഒരു വിഭാഗം ജനതയാണ് അവർ. അവരെ കൊണ്ട് ആർക്കെന്താ ശല്യം? അവരെ ചൂഷണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വിഭാഗം ജനത എന്തുകൊണ്ട് ശത്രുവാകുന്നു എന്ന് പറഞ്ഞാൽ, അതിനകത്തുള്ള പെൺകുട്ടികൾക്ക് അച്ചടക്കം നിർബന്ധമാണ്, ആണിനും നിർബന്ധമാണ്. പെണ്ണും ആണും അച്ചടക്കമുള്ളവരാണെങ്കിൽ അതിനകത്ത് പ്രിവിലേജാണ്. അല്ലാത്തവരവിടെ എടുക്കുമോ? അവന് കഞ്ചാവെന്ന് പക്ക പറയും.
വീട്ടിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമാണ് ഒരമ്മ ഒരു കാരണവശാൽ, ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് പറയുന്നത്, ഒരു കാരണവശാലും ഒരു കൊലപാതകിയാണെങ്കിലും ഒരു മോശപ്പെട്ടവനാണെങ്കിലും ഒരമ്മയും മക്കളെ തള്ളി പറയത്തില്ല. അത് മൃഗങ്ങളിലും പറയത്തില്ല, മനുഷ്യനും പറയത്തില്ല. പക്ഷെ ആദ്യമായിട്ടൊരമ്മ തള്ളി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. മകൻ തീവ്രവാദിയാണ്, രാജ്യദ്രോഹിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ശവം എനിക്ക് കാണണ്ട, മയ്യത്തെന്നല്ല അവർ പറഞ്ഞു, എൻ്റെ ശവം എനിക്ക് കാണണ്ട, അവൻ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഒരു മുസ്ലിം വനിതയാണ്. ഇത് ഹിന്ദു ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് പറയേയില്ല. ഇപ്പോഴും ഇതേപോലെ ഒരു അവസ്ഥയിൽ അവിടെ കണ്ട കിടക്കുന്ന പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ ഇരുന്ന് കരയുന്ന സീനാണ് നിങ്ങൾ കണ്ടേ. ഇവിടെ അങ്ങനെ ഒരു സീനില്ല. അങ്ങനെ പറഞ്ഞ ഒരു അമ്മ നിങ്ങൾ കണ്ടിട്ട്. ഇതേപോലെ സൗദിയിലും ഉണ്ടായിരുന്നു. അയൽപക്കത്തെ കുട്ടിയെ ബലാത്സംഗം ചെയ്ത മകനെ അയൽപക്കത്തെ കുട്ടിയുടെ അപ്പൻ വെറുതെ വിട്ടു. കാരണം കുട്ടി മരിച്ചു ബലാത്സംഗത്തിൽ. അയാൾ കുഞ്ഞു വയസ്സിൽ എടുത്തു വെച്ച് വളർത്തിയ കുഞ്ഞായതുകൊണ്ട് അയാൾക്ക് മനപ്രയാസം തോന്നി. മകളുടെ നഷ്ടം സാരമില്ലാതെ അവൻ്റെ വിവേകമില്ലായ്മ കൊണ്ട് നടന്ന ഒരു കാര്യമല്ലേ, ക്ഷമിച്ചേക്കാന്ന് അപ്പൻ വിചാരിച്ചപ്പോഴും ഈ അമ്മ വിട്ടുകൊടുത്തില്ല. ഇല്ല, എൻ്റെ മകൻ തെറ്റുകാരനാണ്, അവന് മാതൃകാപരമായ ശിക്ഷ വേണമെന്ന് അമ്മ പറഞ്ഞു. അതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തെറ്റ് ചെയ്താൽ അത് മകനായാലും അമ്മയായാലും അപ്പനായാലും ചൂണ്ടിക്കാണിക്കണം. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെറിയ വയസ്സിൽ നമുക്ക് പറഞ്ഞു തരുന്ന മദ്രസ എഡ്യൂക്കേഷൻ അതാണ്. അല്ലാതെ ഇവർ പറയുന്ന കണക്ക് രാജ്യത്തിനെതിരെ കത്തിയെടുക്കൂ വാളെടുക്കൂ എന്നല്ല. ഈ സ്ത്രീ ഉപജീവനാർത്ഥം പഠിച്ചതാണ് ഈ പറയുന്ന ഭാഷ, അറബിക് ഭാഷ. അറബിക് ഭാഷ ഉപജീവനാർത്ഥം പഠിച്ചു എന്നതിനപ്പുറം 10 പൈസയുടെ ബോധം ആ സ്ത്രീക്കില്ല. അവരുടെ ഉദ്ദേശ ലക്ഷ്യം ആംനസ്റ്റി വിസയാണ്. അതൊരു വിസയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തസ്ലിമ നസ്ലിം എന്ന് പറയുന്ന ഒരു പെണ്ണ് ബംഗ്ലാദേശിൽ നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. റീസൺ എന്താണെന്ന് അറിയാമോ? പുള്ളിക്കാരത്തി ഖുറാൻ വിവർത്തനം നടത്തുകയോ ഖുറാൻ എഗൻസ്റ്റ് എന്തോ പറയുകയോ ചെയ്തതിന്റെ പേരിൽ അവിടെ നിക്കക്കള്ളി ഇല്ലാതെ വന്നു. അവർക്കെതിരെ കേസും ഭയങ്കരമായ കൊലവിളി ആഹ്വാനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ജീവരക്ഷാർത്ഥം നമ്മുടെ നാട്ടിലേക്ക് അവർ ചേക്കേറുകയാണ് ചെയ്തത്. ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതേപോലെ ഒരു വിസ കിട്ടും. ഇപ്പോൾ ഇവിടെ തന്നെ സംഘികൾ MF ഹുസൈനെ ഇതേപോലെ കൊലവിളി നടത്തി. കാളിദേവിയുടെ ഏതോ ഒരു ദേവിയുടെ ഫോട്ടോ വരച്ചു. അദ്ദേഹം ഇന്ത്യയുടെ പിക്കാസോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഖത്തർ വിസ കൊടുത്തു. ഇത് ആംനസ്റ്റി വിസയാണ്. ഇതുപോലൊരു വിസയ്ക്കാണ് ആരിഫ് ഹുസൈനും ജാമിദയും ശ്രമിക്കുന്നത്. അപ്പൊ ജാമിദയ്ക്ക് ഈ ഒരു വിസ കിട്ടും. പക്ഷെ അവിടെ പോയിട്ട് മണ്ണ് വാരി തിന്നാൻ ഒക്കൂലല്ലോ. ഇവിടുത്തെ കണക്ക് ഇതുപോലെ മുസ്ലിമിനെ അപരാധിച്ചാൽ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ജീവിക്കാൻ ഒക്കത്തില്ല. വ്യൂ വളരെ കുറവാണ്. നല്ല വ്യൂ ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിക്കേറി പോയ ആംനസ്റ്റി വിസയും കൊണ്ട് പോകുമായിരുന്നു. മക്കൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അതിൽ പുത്രനോ പുത്രിക്കോ ഒരു വിസ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശ്രിത വിസയിൽ ഇവർക്കും അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകാം. ആ ടാർഗറ്റാണ് ഈ കാണുന്നത്. അത് നന്നായിട്ട് മറ്റവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ കിടന്ന് തുള്ളുന്നത്. ഇത്ര ധൈര്യസമേതം ഈ മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീ ഇവിടുന്ന് കെട്ടിക്കേറി പോണതാണ് നല്ലത്. അവരിഷ്ടമുള്ള കണക്ക് ചെയ്യട്ടെ. ആ വശത്തേക്ക് നോക്കാതിരിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതിനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ വളരെ ഭീകരവും ഭയാനകവുമായിരിക്കും. രണ്ടും ഒരർത്ഥമാണെങ്കിൽ ക്ഷമിച്ചേക്കാം. പക്ഷെ ആ റിയാക്ഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന ഹാപ്പി ന്യൂസ് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് എൻ്റെ പ്രോമിസാണ്. അതിൽ പരം ഒന്നും പറയാനില്ല. പിന്നെ ബാങ്ക് വിളിക്കുന്നത്, അവൾ അങ്ങനെയെങ്കിലും കിതാബ് എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിലും ഖുർആൻ എടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓരോ ദിവസവും അവൾ ചെയ്യുന്ന വൃത്തികേടുകൾ അവൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉൾക്കൂത്തിൽ നിന്നുകൊണ്ടാണ് അവൾ ഈ സർക്കസ് മുഴുക്ക കാണിക്കുന്നതെന്ന് ചുരുക്കം. ആ ചുരുക്കം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒരല്പം പോലും തെണ്ണപ്പെടേണ്ട ആവശ്യമില്ല. അതിന് അർഹിക്കുന്ന അവജ്ഞ കൊടുത്ത് അതിനെ നീക്കി നിർത്തുക. സ്വന്തം ജീവിതത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് ചോദ്യം. അതിന് ഉത്തരവുണ്ടോ സ്ത്രീക്ക്? ആദ്യം ഒരു ക്രിസ്ത്യൻ, പിന്നെ ഒരു അലി, പിന്നെ ഒരു അലി, പിന്നെ ഒരു തൊലി, ഇങ്ങനെ കറങ്ങി നടന്ന് മാപ്പിള പിടിക്കുകയാണ്. ഇത് ഇസ്ലാമിൽ അക്സെപ്റ്റബിൾ ആണോ? ഒരു സ്ത്രീക്ക് ശോഭ കൊടുക്കുന്ന ഒരു സംഗതിയാണോ ഇത്? നമ്മൾ എത്ര പുരോഗമനം കൊണ്ടുവന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സിലുള്ളത് അഭിമാനബോധമാണ്. ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി നടക്കുന്ന സ്ത്രീകളെ നമ്മൾ ഇന്നും എത്ര പുരോഗമിച്ചാലും വിളിക്കുന്ന പേരെന്താണ്? ആ വിളിപ്പേരിന് അർഹയായ ഒരാളിരുന്നു കൊണ്ട് ഇസ്ലാം മതത്തിനെ അവഹേളിക്കുമ്പോൾ അതിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ റെഡ് സ്ട്രീറ്റിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് ഇത്തിരി ഒന്ന് മിസ്ബിഹേവ് ചെയ്ത് നോക്കിയാണ് അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മളെ പറയും. എന്തുകൊണ്ടാണ്? അവർക്ക് ആ നാണം പോയി, ആ ചളിപ്പ് പോയി. ആ ചളിപ്പ് പോയി പോകുമ്പോൾ അവരുടെ നാക്കിൽ നല്ലത് വരത്തില്ല. ആ കാറ്റഗറിയിലേക്ക് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇസ്ലാമിയർ ചെയ്യേണ്ട ഒരു നല്ല കാര്യം. അതാണ് എൻ്റെ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ഒരു ഹെൽപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും കമന്റ് ഇടുക കേട്ടോ. ലൈക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കമന്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണമെന്നുണ്ട്.
നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്